ആ സിനിമയായിരുന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. അതിന്റെ 2 പ്രൊഡ്യൂസർമാർ ഫൈസലും മൻസൂറും ഞാനും കൂടിയായിരുന്നു. ഞങ്ങൾ അതിന് ഷൈൻ ടോം ജോക്കി ആയിരുന്നു ആ സിനിമയിലെ നായകനായി ഞങ്ങൾ ഫിക്സ് ചെയ്തിരുന്നത്. അത് മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അഡ്വാൻസ് മേടിച്ച പൈസ തന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ ആ സിനിമ മാറുകയും പിന്നീട് അംജദ് ഒരു സിനിമ തുടങ്ങുകയാണെന്ന് ഞങ്ങളെടുത്ത് പറയുകയും ചെയ്തു. രണ്ട് കൂട്ടുകാരാണ്. ഈ 2 പേരുടെയും കൂടെ ഈ സിനിമയ്ക്ക് കൂടെ ഉണ്ടാവും. അത് ശ്രീനാഥ് ഭാസിയുമായിട്ട് എല്ലാവരും ഓർക്കും ശ്രീനാഥ് ഭാസിയായിട്ട് ഞാൻ വലിയ പ്രശ്നത്തിലാണ് എന്ന്. പ്രശ്നമുള്ളതുകൊണ്ട് പ്രശ്നമുണ്ട്, പിന്നെ കുഴപ്പമില്ല, ചേട്ടൻ കുറച്ച് തിന്നു, എനിക്ക് കുഴപ്പം. ഈ പറഞ്ഞില്ല, അങ്ങനെ തിന്നാനുള്ളവനല്ല ശ്രീനാഥ് ഭാസി ഞാൻ. അത് നിനക്ക് തെറ്റി, അത് തെറ്റി, മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, ഇല്ലേ? ഓക്കെ. അല്ല ഒരു മിനിറ്റ്. അങ്ങനെ ഒരു വേദിയിൽ വിളിച്ചു വരുത്തിയിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാനാണെങ്കിൽ അത് ശ്രീനാഥ് ഭാസി തെറ്റി. അത് ശ്രീനാഥ് ഭാസി തെറ്റി. അത് വെറുതെയാണ്. അത് തെറ്റി ശ്രീനാഥ് ഭാസി. ഞാൻ വേറെ ജനാണ് കേട്ടോ. നിങ്ങൾ വേറെയാണ്, ഞാൻ വേറെ. എന്റെ യാത്ര വേറെയാണ്, നിങ്ങളുടെ യാത്ര വേറെയാണ്. അതാത് പ്രത്യേകം. ഞാൻ അതെ. അപ്പം ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകണം. സൂപ്പർ ഹിറ്റിലേക്ക് ഈ സിനിമ എത്തണമെന്നാണ് ആഗ്രഹങ്ങൾ മൊത്തം എന്ന് ഞാൻ പറയുന്നു. എന്നാൽ അംജദ്, എനിക്ക് വളരെയധികം സന്തോഷം ഇങ്ങനെ വേദിയിൽ വിളിച്ചതിനും. ഈ 2 സിനിമയും എനിക്ക് അവരോട് സംസാരിക്കണം. എന്നെ ഒന്ന് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നിട്ടെ. ആയിരിക്കുന്നല്ലേ ചോദിച്ചാൽ, ആണാണല്ലേ ചോദിച്ചത്? ആണ്. ഞാൻ എന്താ കുരങ്ങനായിട്ട് നിൽക്കുകയാണ് അവിടെ? യു ഹാവ് ടു ആൻസർ. പറയണം, എന്നോടത്ത് പറയണം. നോ സോറി, യു വിൽ ബി പണിഷ്ഡ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് ശിക്ഷയുണ്ട്. ഓക്കെ, ഞാൻ വരാം. ഞാൻ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഞാൻ നേരെ നിങ്ങളെ കാണാൻ വന്നാൽ ഞാൻ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. ആകെ മൊത്തം ഒരു ചൈനീസ് ലുക്കാണല്ലോ. ഞാൻ കുറെ സ്കിറ്റിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചൈനീസ് മുടിയൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ട്, താടിയൊക്കെ വെച്ചിട്ട്. പക്ഷെ ഈ ഇടുക്കിക്കാരൻ ജാഫറിന് എങ്ങനെ ഈ ചൈനീസ് ലുക്ക് കിട്ടി? ചൈനീസ് ലുക്ക് ആണല്ലോ എല്ലായിടത്തും. ഇപ്പൊ സുഗൺ സ്റ്റൈൽ വരെ ഇറക്കിയല്ലോ. ചൈനീസ് ഞാൻ പറഞ്ഞുതരാം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനക്കാരെ കണ്ടിട്ടില്ല, നല്ല യഥാർത്ഥ ചൈനക്കാരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, എന്റെ വ്യക്തമായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ കയ്യിലിരിക്കുന്നത്, ഇപ്പൊ വെച്ചിരിക്കുന്ന കണ്ണാടി ചൈന, കയ്യെ കെട്ടിയുള്ള ചരട് ചൈന, പാൻറ് ചൈന, വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ചൈന. പിന്നെ വീട്ടിലുള്ളവരാരെങ്കിലും ചൈനക്കാരനൊന്നും എനിക്കറിയാൻ പാടില്ല.